സത്സംഗം മാവുങ്കാലിന്റെ ഈ മാസത്തെ ശ്രീമദ് ഭാഗവത വിചാരസത്രത്തിനും ധന്യമായ സമാപനം. ഭാഗവത പാരായണത്തോടൊപ്പം വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരക്കാർക്ക് ആദരവ് നൽകിയാണ് ഇത്തവണയും ഇവർ സത്രം സാർത്ഥകമാക്കിയത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. എല്ലാ മലയാള മാസവും ആദ്യത്തെ ബുധനാഴ്ചകളിലാണ് സത്സംഗം കാഞ്ഞങ്ങാടിന്റെ ഉപസമിതിയായ സത്സംഗം മാവുങ്കാലിന്റെ ആഭിമുഖ്യത്തിൽ മാവുങ്കാലിലെ ശ്രീരാമക്ഷേത്രം കേന്ദ്രീകരിച്ച് ശ്രീമദ് ഭാഗവത വിചാരസത്രം നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഈ മാസത്തെ പരിപാടിക്ക് ബ്രഹ്മശ്രീ എടമന ഈശ്വരൻ തന്ത്രികൾ ദീപപ്രോജ്വലനം നടത്തി തുടക്കം കുറിച്ചു. തുടർന്ന് സത്സംഗം കുടുംബാംഗങ്ങൾ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു. സത്സംഗം കുടുംബാംഗമായ പത്മിനിയമ്മ ചൂരൽ മുഖ്യപ്രഭാഷണം നടത്തി. എനിക്ക് പറ്റാത്തത് ഈ ലോകത്തൊന്നുമില്ല. ഞാനിത് അങ്ങനെ കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞു. ആ കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സംഭവം സമാധാനമായി. ആ ബ്രാഹ്മണന് ഏതായാലും കുട്ടിയെ കിട്ടുമല്ലോ, തിരിച്ചു കിട്ടുമല്ലോ. ഗാന്ധി എല്ലാ കുട്ടി എന്തായി അറിയോ? മരിച്ചു കഴിയുമ്പോഴേക്ക് ആ നാമം സംഘർഷണോ നിഷ്കൃഷ്ണകാശേവന അമ്പുരോണ ഗാന്ധി വംശസ്യ വൈദ്യ എന്ന പേര് അർജുനൻ എന്നാണ് നാമം. ഗാന്ധിയുടെ ധാരിയാണ്. ശേഷമൊരുക്കിയ ആദരസഭയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരക്കാരായ എൻ വിജയകോമരം നാറാത്ത്, കാവനിശ്ശേരി മുച്ചിലോട്ടെ എം വി ഗോപി, എരമം ശ്രീ പുല്ലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വി ചന്ദ്രൻ കോമരം, വെള്ളോറ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കെ വി മധു കോമരം പുല്ലൂർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിഷ്ണു സഹസ്രനാമ പാരായണവും ആരതിയും മംഗളം സമർപ്പണവും പ്രദക്ഷിണ നമസ്കാരവും അന്നദാനവും നടന്നു. ചന്ദ്രശേഖരൻ നീലേശ്വരം സ്വാഗതവും ബാലൻ മാഷ് പരപ്പ നന്ദിയും പറഞ്ഞു. പി പി രാധിക, സുമാരാഘവൻ, സീതാ വാര്യർ, രുക്മിണി ദാമോദരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.